പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ഈ ദൈവവചനം വായിക്കുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്കും അസമാധാനത്തിന്റെ അനുഭവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നാം വസിക്കുന്ന ഈ ഭൂമിയിൽ സമാധാനമല്ല വാഴുന്നത്, അസമാധാനമാണ്. ലോകമെമ്പാട് നോക്കിയാൽ പ്രതിസന്ധികളാണ്. കഴിഞ്ഞ ചില നാളുകളായി നാം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക തമ്മിലുള്ള യുദ്ധത്തിനകത്ത് മുഴുവനും അസമാധാനമാണ്. അത് മുഖാന്തരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വളരെ പ്രതിസന്ധികൾ നേരിടുന്നു. അതിൻ്റെ എല്ലാ പരിണിത ഫലവും സകല ജനങ്ങളിൽ ലോകമെമ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വചനം പറയാണ്, അല്ലെങ്കിൽ എല്ലാവരും സമാധാനം ആചരിക്കണം എന്ന് പറഞ്ഞാൽ അസമാധാനം നമുക്കുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസമാധാനം കൊണ്ടുവരുന്ന അനവധി പ്രവർത്തികൾ കടന്നു വരുമ്പോൾ ആമേൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ അവിടെ വ്യതിചലിച്ചു പോകാതെ അവരോട് സമാധാനം ആചരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ ഇബ്രായ വിശ്വാസികൾക്ക് കർത്താവ് ഈ ദൈവത്തിന്റെ വചനം ആമേൻ നൽകി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അത് നമുക്ക് വളരെ പ്രതിസന്ധി അല്ലെ പ്രയാസമെന്ന് തോന്നിയാലും അത് നമുക്കൊരു പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയാലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മളാൽ കഴിയുന്നിടത്തോളം എല്ലാവരുടെ സമാധാനം ആചരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരോട് സമാധാനം ആചരിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക് ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മീഖാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്കും അവൻ ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല എന്ന് മീഖാ പ്രവാചകൻ പറയുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഹല്ലേലൂയ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, അവൻ ജാതികളിടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല എന്ന് കാണുക. അത് വരുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചുള്ള വലിയ ദർശനമാണ് യെശയ്യാ പ്രവാചകനും അല്ലെങ്കിൽ മീഖാ പ്രവാചകന്റെ പങ്കുവെക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലോകത്തിന്റെ മനോഹരമായ ഒരു ഭാവിയെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ കാലഘട്ടം അസമാധാനം കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും അതിനപ്പുറത്ത് നമുക്കൊരു നല്ലൊരു സുവർണ കാലഘട്ടമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, സ്നേഹിത, നിന്റെ ഈ ലോക ജീവിതത്തിനകത്ത് നിന്റെ ജീവിതത്തിൽ അസമാധാനം തരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അത് ഭവനത്തിലും ജീവിതത്തിലും സമൂഹത്തിലും ജോലി, നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും നിന്റെ ജീവിതത്തെ തകർക്കുന്ന അസമാധാനത്തിന്റെ അനുഭവങ്ങൾ നിനക്ക് കടന്നു വരാം. അവിടെ എല്ലാം നീ സമാധാനം ആചരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. അപ്പൊ യെശയ്യാ പ്രവാചകനും മീഖയും അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിലാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ദൈവം 2 പ്രവാചകന്മാർക്കും ഈ ദൈവവചനം ഒരേ സമയം വെളിപ്പെടുത്തി കൊടുത്തതാകാം. രണ്ടുപേരും ഒരേ നിലയിൽ തന്നെ ഇത് രേഖപ്പെടുത്താൻ കാരണം അതെ പ്രശ്നങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാതെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നാം എത്തിച്ചേരുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ തകർന്നു പോകരുത്. സുവർണ കാലം ദൈവം വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കഷ്ടം മാറും, ഈ സങ്കടം മാറും, ഈ ദുഃഖം മാറും, ഈ കണ്ണുനീര് മാറും, ഈ വേദനകൾ മാറും, ഈ പരിഹാസങ്ങൾ മാറും, ഈ പീഡനങ്ങൾ മാറും, ഈ ഉപദ്രവങ്ങൾ മാറും, മഹാവ്യാധികൾ മാറും, നിന്റെ ഞെരുക്കങ്ങൾ മാറും. അതിനപ്പുറത്തൊരു സുവർണ കാലഘട്ടം ദൈവം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ നീ കരഞ്ഞതും പ്രാർത്ഥിച്ചതും നിലവിളിച്ചതും കണ്ണുനീര് ഒഴുക്കിയതും ഒക്കെ ആമീൻ ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. അവൻ മറന്നു പോകുന്ന ദൈവമെല്ലാം അതിനപ്പുറത്തൊരു സുവർണ കാലഘട്ടം ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്. ആമീൻ രാഷ്ട്രങ്ങളോട് വാളെടുക്കുകയില്ല, അവർ യുദ്ധം അഭ്യസിക്കുകയില്ലെന്ന് പറയുന്നത്. അതെ, നിങ്ങളാൽ കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സമാധാനമായിരിക്കണം.
സകല മനുഷ്യരോട് സമാധാനമായിരിക്കുക. ഈ ലോക ജീവിതം എന്നിവർ താൽക്കാലികമാണ്. ഏത് സമയത്തും മനുഷ്യന്റെ ജീവൻ പോകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുക. അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ്. അതിന്റെ നടുവിൽ നിങ്ങൾ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ നിങ്ങൾക്ക് കർത്താവിലൂടെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സകല ജനത്തോട് സമാധാനം ആചരിച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അസമാധാനം നിറയപ്പെട്ട ഭൂമിയിൽ സമാധാനത്തെ കെടുത്തിക്കളയുന്ന അനവധി സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ തകരാതെ നിൽപ്പാൻ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന സുവർണ്ണ കാലഘട്ടത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും ജനത്തിന് കൊടുക്കണമേ. നിരാശപ്പെടുത്ത അനവധി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിപ്പാൻ കൃപ കൊടുക്കണം. സകലത്തിനും നീതി വെളിപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.